സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം പുരോഗമിക്കുന്നു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, സംഘത്തലവൻ G. സ്പർജൻകുമാർ, ക്രൈംബ്രാഞ്ച്, ഇന്റലിജൻസ് ADGPമാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇതുവരെ ആരോപണം ഉന്നയിച്ച മുഴുവൻ പേരെയും സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഈ യോഗം പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അനുജ, അല്പസമയത്തിന് മുമ്പ് യോഗം തുടങ്ങിയെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. പോലീസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. ഇന്റലിജൻസ് മേധാവിയും അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ, അതിന്റെ തലവൻ IG സ്പർജൻകുമാർ, അതേപോലെ തന്നെ വനിതാ IPS ഉദ്യോഗസ്ഥരായ 4 പേരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ആരുടെയൊക്കെ മൊഴിയെടുക്കണം, അതിൽ ലിസ്റ്റ് തിരിച്ച് ആരുടെ 1 by 1 ആയി തിരിച്ച് അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തണം. ഇക്കാര്യങ്ങളടക്കമാണ് പ്രധാനമായും ഇവർ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. കഴിഞ്ഞ ദിവസം പരാതി നൽകിയ ബംഗാളി നടിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാവും. അതിനായി കൊൽക്കത്തയിലേക്ക് സംഘം പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, പ്രധാന സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലും ആരോപണം ഉന്നയിച്ച സിനിമാ പ്രവർത്തകരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും മറ്റ് ആരോപണങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം ഇവരെയെല്ലാം ബന്ധപ്പെടുക. ആദ്യം ഇവരെല്ലാം ഫോണിൽ ബന്ധപ്പെട്ട ശേഷം പരാതി ഉണ്ടെങ്കിൽ അത് ഇമെയിൽ മുഖേനയോ നേരിട്ടോ അറിയിക്കാനാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ബംഗാളി നടിയും ഇമെയിൽ മുഖേന കൊച്ചി DCPക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനും ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോൺ മുഖേന വിവരം അറിയിച്ചു. അതിനെ തുടർന്ന് അവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് ഇത്തരത്തിൽ അജിത വീഗത്തിന് പരാതി ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇവർ മൊഴി രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഇവർ നേരിട്ട് കണ്ട് മൊഴി എടുത്ത് അത് പരാതിയുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയ ശേഷം കേസ് എടുക്കണമെങ്കിൽ കേസെടുത്ത് അത് അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ യോഗം ചർച്ച ചെയ്യുക. ആ യോഗം അല്പസമയത്തിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായ യോഗമാണ്. കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖിനെതിരെയും ആരോപണം ഉന്നയിച്ച യുവനടിയെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ലെന്നാണ് അവർ അറിയിച്ചത്. പക്ഷേ സിദ്ദിഖിന്റെ പരാതിയും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. മാത്രമല്ല, സംവിധായകൻ VK പ്രകാശിന്റെ പരാതിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ആകും പരിശോധിക്കുക. അതടക്കമുള്ള കാര്യങ്ങളാകും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന ലൈംഗിക ചൂഷണത്തിന്റെ പരാതികൾ മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളിലാണ് എന്ത് തുടർ നടപടിയെന്ന് തീരുമാനിക്കാൻ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം.